അസ്സലാമു അലൈക്കും. ഓ യാത്ര കുഴപ്പമില്ലായിരുന്നു. കണ്ടിട്ട് കുറച്ച് ദിവസമായി, 10-20 ദിവസമായി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് സ്വാഗതം പറയാൻ ഒരാൾ ഇവിടെയാണ്, ഒരാളിവിടെ തന്നെ ഉണ്ട്. ചായ കുടിക്കണം. ഞങ്ങൾ രണ്ടാളെന്തെയും ഒരു 4 മണിക്കായപ്പോൾ കോഫി വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ, ട്രെയിനിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ്. ഉമ്മാനൊക്കെ യാത്ര, പിന്നീട് ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഇപ്പോൾ അതേ കൊല്ലം എത്തിയിട്ടുണ്ട്, കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ചുകൂടി പോകണം. നമ്മൾ ശരിക്കും നമ്മുടെ വീട് കൊല്ലം ജില്ലയാണെങ്കിലും നമ്മളെ വീടിൻ്റെ ആ ഒരു ലൊക്കേഷൻ ട്രിവാൻഡ്രം കൊല്ലം ബോർഡറാണ്. അപ്പോൾ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഒരു 1-1.25 മണിക്കൂർ യാത്ര ഉണ്ട്. ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും എന്നാണ് തോന്നുന്നത്. കാരണം ട്രെയിൻ ഓൾറെഡി ഡിലേ ആയിട്ടാണ് വന്നത്, 1 മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പായും ഉമ്മയും വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കിങ്ങനെ ഒരു 3/4 മണിക്കൂർ, അവരിപ്പോൾ അതേ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 3/4 മണിക്കൂറിനുള്ളിൽ അവരേതായാലും വർക്കിലെത്തുമ്പോൾ നമ്മളും ആ സമയം കൊണ്ട് വർക്കിലെത്തും ഏതായാലും, അല്ലേ? എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര ചക്കരെ? അടിപൊളിയാ. അതെ, എൻ്റെ കൂടെയുള്ള യാത്ര ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടല്ല, രണ്ടാമതല്ലേ? ആദ്യമായിട്ടില്ല, എന്ത് കല്യാണം പോവില്ല. അല്ല, ട്രെയിൻ യാത്ര രണ്ടാമതിലേക്ക്. ട്രെയിന് കയറിയിട്ട് ഉറങ്ങുക. ഇന്നലെ ഒന്നും ഉറങ്ങാത്തതിൻ്റെ ഇന്ന് ഉറങ്ങാത്തതിൻ്റെ ഒക്കെ കേടുകൾ കാണിക്കുന്നുണ്ട്. ക്ഷീണമുണ്ട്. ഇന്നലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുട്ടീനെ കാണാനൊക്കെ പോയതല്ലേ. പോയിട്ട് എത്തിയപ്പോൾ രാത്രിയായി. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി പുറക്കി വെച്ചിട്ട് നേരെ നമ്മൾ ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പാൽ കോഫിയൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളന്ന് യാത്ര അയക്കാൻ അളിയൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അളിയന് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ പിന്നെ ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ ഇപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റൂല. അതുപോലല്ല, പിന്നെ ഇന്നലെ അളിയൻ ഞങ്ങളോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നമ്മളോട് ചോദിച്ചായിരുന്നു അളിയനും കൂടി വരാം, എന്നിട്ട് നമ്മളെ രാവിലെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ആക്കിയിട്ട് പിന്നെ തിരിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് അളിയൻ വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ വരണം, നമ്മളോടൊപ്പം വരണമെങ്കിൽ തന്നെ അതിന് 2 മണിക്കൂർ. പിന്നെ നമ്മളെ കൂടെ ജസ്റ്റ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അതിനിവിടെ ഇപ്പം ഇന്നത്തെ നമ്മൾ കൊണ്ടാക്കിയതുപോലെ അൻവർക്ക് താർക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ വന്നോളൂ. പിന്നെ അളിയതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളാക്കിയിട്ട് വീണ്ടും ഈ 2 മണിക്കൂർ ടൈം എടുത്ത് അങ്ങോട്ടും പോകണ്ടേ, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അളിയനോട് പറഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല അവിടെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിസ്ചാർജ് അല്ലെങ്കിൽ കൂടി ഹോസ്പിറ്റലിൽ എപ്പോഴും ഒരു ആണുങ്ങൾ 1-2 ആൾക്കാർ ആവശ്യം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും സാധനം വാങ്ങാനോ കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അളിയനോട് ഞാൻ തന്നെ പറഞ്ഞു അവിടെ നിന്നു. അപ്പോൾ ഏതായാലും അളിയനെ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ട്രെയിൻ കയറിയപ്പോഴും ഒക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. ബോറടിച്ചു ചക്കരെ അവിടെ നിന്ന് ഇവിടെ വരെ? ഇവിടെ നമുക്ക് നമ്മളെ കൂടെ കയറിയപ്പോൾ ഇവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ഈ ഒരു സീറ്റിൽ. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നിട്ട് കുസൃതി എന്ന് വെച്ചാൽ വെറും കുസൃതി തന്നെയല്ലേ. കുസൃതി വികൃതി ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഭയങ്കര കുരുതൊക്കെയാണ് കാണിച്ചിരുന്നു. അപ്പോൾ അവൻ കായംകുളം കരുനാപ്പള്ളി ജംഗ്ഷനിൽ അവരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർത്ത് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബെർത്തിൽ ഞാനും ചക്കരയും മാത്രമേ ഉള്ളൂ. നമ്മളിതേ കാഴ്ചയെ കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം കൊല്ലം ജംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടൈം വരുന്നത്. സ്റ്റോപ്പ് വേറൊന്നും കൊണ്ടല്ല. 5 മിനിറ്റാണ് ഇവിടുത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ 2-3 മിനിറ്റായി. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രെയിൻ എടുക്കും. ഇനി എവിടെയും വലിയ സ്റ്റോപ്പ് ഉണ്ടാവില്ല, വേഗം തന്നെ പിന്നെ ട്രെയിൻ എടുക്കും. അപ്പോൾ AC കോച്ചാണ് കേട്ടോ, അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതും പോരാത്തവർക്ക് ഫാനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ കൊല്ലത്തെ പനമനക്ക് ഇന്നിപ്പോൾ 1 മുതൽ അങ്ങോട്ട് കാണാമല്ലോ സ്ഥിരം. അവരൊക്കെ പിന്നെ നമ്മളെ നല്ല മിസ് ചെയ്യുന്നു അത്രേ, അല്ലേ? ഓ മോനെ, അത് ചക്കര കൊണ്ടുപോയി. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോസിൽ ഉമ്മായും വാപ്പായും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇന്ന് അവരെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ഡെയിലി വ്ളോഗ്സിൽ വാപ്പായും ഉമ്മായും എല്ലാവരും ഉണ്ടാവും. ഏത് കേട്ടില്ല? അതെവിടെ? നമ്മളിനിപ്പോൾ വേറെ വീട് നമ്മളെ വീട്ടിലേക്ക്, അതല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഴംപൊരി സമൂസയൊക്കെ പോകുന്നുണ്ട്. നമ്മളെന്തായാലും ചായ കുടിച്ച് ഇങ്ങനെ വേണ്ട
അപ്പോൾ നമ്മളിന്ന് പിന്നെ ട്രെയിനിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടെ ട്രെയിനിൽ പിന്നെ പോകുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ നമ്മൾ ആദ്യം പോയപ്പോൾ നമ്മൾ ട്രെയിനിനകത്ത് ഉള്ളിൽ വെച്ചുള്ള വ്ളോഗ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല, നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് ട്രെയിൻ വിശേഷമൊക്കെ നമ്മൾ ആടിയത്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കണം, നല്ലപോലെ നിവർന്ന് ഇങ്ങനെ കിടക്കാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങാനുള്ള പ്ലാനിലല്ല കിടക്കുന്നത്, കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വാപ്പായും ഉമ്മയൊക്കെ വന്നിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഏതോ ഒരു പാലമാണ്, അല്ല ഏതോ ഒരു ഇതാണ്, പുഴയാണ്, അല്ല കടലാണത്. പരവൂർ കായൽ, ഇതാത്ര ഗേസ്, പരവൂർ കായൽ, പരവൂർ അതവിടേക്ക് എന്തൊക്കെയോ ഉണ്ട്. കൊള്ളാമല്ലേ. അവിടെ തോണിയാണുണ്ടോ ഗേസ്, ഇത് സൂമാകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആ പോണത്. ഒരു തോണിയാണ്, ഇവിടെയൊക്കെ കുറേ തോണികളുണ്ട്. ഇത് അടുത്ത റെയിൽവേ, അതിൻ്റെ അടിയിൽ വെള്ളം, അതാണ് തോണി. അപ്പോൾ കാണിച്ചാൽ തോണിനെ ക്ലാസ് ഉള്ളതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളുടെ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ ഇറങ്ങി. വാപ്പായും ഉമ്മായും വന്നിട്ടുണ്ട്. ഉമ്മ ഇവിടെ, ഉമ്മ താഴെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെ ഇറങ്ങിക്കാം അങ്ങോട്ട്. ഓക്കെ, അപ്പം നടന്നോളൂ. അത് കുഴപ്പമില്ല, അങ്ങനെ. അപ്പോൾ വാപ്പ ഇതാ വന്ന് നമ്മുടെ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നടക്കുകയാണ്. ഉമ്മ താഴത്തുണ്ട്. ലിഫ്റ്റ് ഉണ്ടായിരുന്നു വാപ്പാ. ആ അതാണ്ട് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ കൂടെ ഇറങ്ങാം, ലിഫ്റ്റിൽ കൂടെ ഇറങ്ങാം. ചകരെ, ഓ ഏത് സന്തോഷം ഉമ്മാനെ പനം കണ്ടപ്പോ. അസ്സലാമു അലൈക്കും. ഓ യാത്ര കുഴപ്പമില്ലായിരുന്നു ശരിക്കും. കായംകുളം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അടുത്തിരുന്നവരെല്ലാവരും ഇറങ്ങി. എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ ആലുവ എത്തിയപ്പോൾ 2 കൂട്ടർ ഇറങ്ങി, ബാക്കി കരുനാഗപ്പള്ളി എത്തിയപ്പോൾ ബാക്കിയുള്ളവർ ഇറങ്ങി. ആ കണ്ടിട്ട് കുറച്ച് ദിവസമായി, 10-20 ദിവസമായി. ആ ഓക്കെ, ഏതാണ് അത് അതിനകത്തുണ്ട്, സാധനങ്ങളൊക്കെ അതിലുണ്ട്. ചെറുത് അന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ചെറിയ സാധനം. അങ്ങനെ മക്കളെ നമ്മൾ ഏതായാലും സേഫായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോലെ. നിങ്ങൾ ചായ കുടിച്ചാ തന്നെ? ഞങ്ങള് ട്രെയിനിൽ നിന്ന് 2 കോഫി കുടിച്ചായിരുന്നു. നമുക്ക് ചായ കുടിക്കാം, കുഴപ്പമില്ല. ആ തലവേദനിച്ചിട്ട് ആ കോഫി കുടിച്ചു ഞങ്ങള്. ഉമ്മ വിളിച്ചു പറയും, ഫോണ് എൻ്റെ ഇല്ല. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകണം. പോകുന്ന വഴിക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച്. ഉമ്മ എന്താണ് പറയാനുള്ളത്? സന്തോഷം. 10-20 ദിവസമായല്ലേ ഒറ്റയ്ക്ക്. റമീസും ഇല്ല, ഞങ്ങളും ഇല്ല, എല്ലാരും പോയി. ആ ഒത്ത് തന്നെ എത്തും. അത് തന്നെ. അപ്പൊ റമീസ് നാളെ മറ്റന്നാളെ കയറി എത്തുമല്ലേ? 2 ദിവസത്തിനുള്ള ആളവിടെ നിന്ന് ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവനും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അവനും എത്തും. അപ്പൊ പോയപ്പോ എല്ലാരും ഒരുമിച്ച് പോയി, വരുമ്പോ എല്ലാരും ഒരുമിച്ചല്ലേ? അതെ, എല്ലാരും ഒരുമിച്ച് വരും. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊല്ലത്തെ വാപ്പായും ഉമ്മയൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഇനി മുതൽ നമ്മുടെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഡെയിലി ഇനി വാപ്പായും ഉമ്മയൊക്കെ ഉണ്ടാവും അല്ലേ? ഇൻഷാല്ലാ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഴയ ആ ഒരു വൈബിലോട്ട് ഇനി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി രാജയുടെ കളികൾ കൊല്ലത്തല്ലേ ചക്കരെ? നിങ്ങൾ ഇത്രയും ദിവസം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും
എല്ലാ കല്യാണം, വിരുന്ന്, കുഞ്ഞിനെ കാണല് ഒക്കെ കണ്ട് കഴിഞ്ഞ് എക്സാം ഒക്കെ നമ്മള് പോയ കാര്യങ്ങള് മംഗളമായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മള് പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റി, ടൂറ് പോകാൻ പറ്റി, പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാം റാഹത്തായി. അൽഹംദുലില്ലാ. നമ്മളങ്ങനെ ഇപ്പൊ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിൽ വീട്ടിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.